IPL-നിടയിലാണ് വരാനിരിക്കുന്ന അഫ്ഗാൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. അത് വലിയൊരു ചർച്ചയായിരുന്നു. നമ്മൾ തന്നെ ഇതിനു മുമ്പ് റിപ്പോർട്ടർ സ്പോർട്സിൽ ഒരു വീഡിയോയും ചെയ്തിരുന്നു. മുമ്പ് മുംബൈ ലോബി, കർണാടക ലോബി, നോർത്ത് ഇന്ത്യൻ ലോബി എന്നൊക്കെ പറയാറുള്ളത് പോലെ ഈ ടീം ഒരു ഗുജറാത്ത് ലോബിയാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയും ആ സമയത്ത് ടീം ലിസ്റ്റ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിൽ അടങ്ങിയെന്ന് കരുതിയ ടീം സെലക്ഷനിലെ അഭിപ്രായ ഭിന്നതകൾ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ BCCI സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുൻ ഇന്ത്യൻ നായകനും മുമ്പത്തെ ചീഫ് സെലക്ടറുമായ സാക്ഷാൽ കേണൽ ദിലീപ് വെങ്സർക്കറാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ BCCI രഞ്ജി ട്രോഫി ടൂർണമെന്റ് തന്നെ അങ്ങ് നിർത്തലാക്കിക്കൂടെ എന്നാണ് ദിലീപ് വെങ്സർക്കറുടെ അഭിപ്രായം. രഞ്ജി ട്രോഫിയിലെ ഈ സീസണിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറായ ജമ്മു കാശ്മീരിന്റെ പേസറായ ആഖിബ് നബിയെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതാണ് വെങ്സർക്കറെ ചൊടിപ്പിച്ചതും അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നതും. ഇതൊക്കെ എന്ത് തരത്തിലുള്ള സെലക്ഷനാണ്? അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇതൊക്കെ എന്ത് തരത്തിലുള്ള സെലക്ഷനാണ്? ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു വലിയ അനീതിയാണ്. രഞ്ജി ട്രോഫിയിൽ 60 വിക്കറ്റുകൾ വീഴ്ത്തിയ നബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവൻ അതിനായി കഠിനാധ്വാനം ചെയ്യുകയുണ്ടായി. മറ്റുള്ളവരെക്കാളും ടീമിൽ ഇടം പിടിക്കാൻ അവൻ അർഹനാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ മാനദണ്ഡമല്ലെങ്കിൽ BCCI ആഭ്യന്തര ക്രിക്കറ്റ് തന്നെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ഈ സെലക്ഷൻ തീർത്തും അസംബന്ധമാണ് എന്നാണ് വെങ്സർക്കർ ഈ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിനം രംഗത്തെത്തിയത്. അപ്പോൾ ഈ വാദത്തിൽ കഴമ്പുണ്ട് താനും. നമുക്കറിയാം, കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിൽ 60 വിക്കറ്റുകൾ കൊയ്യുകയും ജമ്മു കാശ്മീരിനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത താരമാണ് ആഖിബ് നബി. തുടർച്ചയായി 2 സീസണുകളിൽ മിന്നും പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇതിനു മുമ്പത്തെ രഞ്ജി സീസണിലും 13.27 ശരാശരിയിൽ 44 വിക്കറ്റുകൾ ആഖിബ് നബി നേടിയിരുന്നു. എന്നിട്ടും അജിത് ബാലചന്ദ്ര അഗർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു. മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, മാനവ് സുതാർ, ഗുർനൂർ ബ്രാർ, ഹർഷ് ദൂബെ എന്നിവരെയാണ് ബോളിംഗ് നിരയിലേക്ക് സെലക്ടർമാർ തെരഞ്ഞെടുത്തത്. ഈ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലേക്ക് വിക്കറ്റുകൾ വീഴ്ത്താനുള്ള കഴിവ് നോക്കിയാണ് ബോളർമാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്കറിയാം. അവൻ 130 കിലോമീറ്റർ വേഗതയിലാണ് ചെയ്യുന്നതെങ്കിലും വിക്കറ്റ് എടുക്കാനുള്ള കഴിവിനാണ് പ്രാധാന്യമുള്ളത്. ഒരു കളിക്കാരൻ മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അവസരം നൽകണം. അവരുടെ ആത്മവിശ്വാസവും ഫിറ്റ്നസും നഷ്ടപ്പെടുന്നതുവരെ കാത്തിരിക്കരുതെന്നും വെങ്സർക്കർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആഖിബ് നബിയെ മാത്രമല്ല, വെറ്ററൻ പേസറായ മുഹമ്മദ് ഷമിയെയും പരിഗണിക്കാത്ത കാഴ്ചയാണ് നമ്മൾ സെലക്ഷനിൽ കണ്ടത്. അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ വെറ്ററൻ പേസർ, അനുഭവസമ്പന്നനായ 2023 ലോകകപ്പ് ഹീറോയായ മുഹമ്മദ് ഷമിയെ ഈ ടീമിലേക്ക് തിരികെ വിളിക്കുമോ എന്നതും ആരാധകർ ഉറ്റുനോക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയും ഈ 2 ടീമിലും, ഏകദിന ടീമിലും ടെസ്റ്റ് ടീമിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഷമിയെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നതിന് ചീഫ് സെലക്ടറായ അഗാർക്കർ നൽകിയ ഉത്തരം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: തുടർച്ചയായി പരിക്കുകളിൽ നിന്നും ശസ്ത്രക്രിയയിൽ നിന്നും മുക്തനായി ആഭ്യന്തര സീസണിലും IPL-ലും ഷമി സജീവമായി കളിക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഷമിയുടെ ശരീരം വലിയ ഫോർമാറ്റുകളുടെ, അതായത് ടെസ്റ്റ് ഏകദിന മത്സരങ്ങളുടെ വർക്ക് ലോഡ് താങ്ങാൻ പാകത്തിലായിട്ടില്ല എന്നതാണ് മെഡിക്കൽ സംഘം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ T20 കളിക്കാൻ മാത്രമാണ് പൂർണ്ണ സജ്ജനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ടെസ്റ്റ് മത്സരത്തിനായുള്ള ടീമിൽ അദ്ദേഹത്തെ, ഈ ടീം സെലക്ഷൻ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും വന്നിട്ടേ ഇല്ല എന്നാണ് അഗാർക്കർ ഈ ഷമിയുടെ ഒമിഷനെ കുറിച്ച് പറഞ്ഞത്. ഷമിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം T20 ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നതിൽ നിർണായക ബാറ്റിംഗുമായി കളം വാണം നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും സഞ്ജുവിനെയും താഴ്ന്നുള്ള ഒരു ടീമായിരുന്നു കഴിഞ്ഞ ദിനം പ്രഖ്യാപിച്ചത്. ഇഷാൻ കിഷനാണ് സഞ്ജുവിന് പകരം അവസരം ലഭിച്ചത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇഷാൻ കിഷൻ ഏകദിന ടീമിൽ തിരിച്ചെത്തുന്നത്. അദ്ദേഹത്തിനാണ് നറുക്കു വീണത്. 3 വർഷം മുമ്പ് തന്നെയാണ് സഞ്ജുവും തന്റെ അവസാന ഏകദിന മത്സരം കളിച്ചത്. അന്ന് ആ ഏകദിന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജു സെഞ്ചുറി അടിച്ചിരുന്നു. അതിനൊപ്പം ഈ ടീമിലേക്ക് വരികയാണെങ്കിൽ ചില പുതുമുഖങ്ങൾക്ക് 2 ടീമിലും അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവസരം ലഭിക്കുമെന്ന് ചിലർ കരുതിയിരുന്നവർ അവഗണിക്കപ്പെടുന്ന രീതിയാണ്. ആ ഒരു രീതിക്കെതിരെയാണ് സെലക്ഷനെതിരെ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. ഈ 2 ടീമുകളെയും പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ടീം നായകനായ ശുഭ്മാൻ ഗിൽ നയിക്കുന്ന IPL ടീമായ ഗുജറാത്ത് ടൈറ്റൻസ് എന്നുള്ളവർക്കാണ് ഈ ടീമിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് എന്ന ആരോപണവും ശക്തമാണ്. അർഹതപ്പെട്ട ചിലരെ തഴഞ്ഞുകൊണ്ടാണ് GT കളിക്കാരെ കുത്തിനിറച്ചുകൊണ്ടുള്ള ഒരു ലോബിയിങ് തന്നെ ഈ ടീമിൽ നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച ഈ ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് സ്ക്വാഡുകളെ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2 ടീമിലുമായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ 7 താരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഗുജറാത്ത് ലോബി എന്ന് തന്നെ പറയാം. ഇതിൽ ചിലർ നേരത്തെ ഇന്ത്യൻ ടീമിൽ സജീവമാണ് എന്നത് ശരി തന്നെയാണ്. ക്യാപ്റ്റൻ ഗില്ലിനെ കൂടാതെ വാഷിംഗ്ടൺ സുന്ദർ, പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, സായ് സുദർശൻ, മുഹമ്മദ് സിറാജ്,
മാനവ് സുഥാർ എന്നിവരാണ് ഈ ടീം ഇന്ത്യയിലെ GTയിൽ നിന്നുള്ള താരങ്ങൾ. ഇതിൽ മാനവ് സുഥാറും ബ്രാറുമൊന്നും അങ്ങനെ ടീമിൽ ഇടം പിടിക്കാനുള്ള പ്രകടനമൊന്നും നടത്തിയിട്ടില്ല താനും. ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയും ഏകദിനത്തിൽ അക്ഷർ പട്ടേലും ഏതാണ്ട് ടീമിൽ ഉറപ്പായും വേണ്ട താരങ്ങളാണ്. എന്നാൽ രണ്ടുപേരെയും സെലക്ടർമാർ ഈ ഒരു ടീമിൽ നിന്നും തീർത്തും അവഗണിക്കുകയായിരുന്നു. പകരം ഈ രണ്ട് ടീമിലുമുള്ളത്, ഇവർക്ക് പകരമായ ടീമിലുള്ളത് GTയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറാണ്. ഷമിയെയും നബിയെയും പരിഗണിക്കാതിരുന്ന സെലക്ഷൻ കമ്മിറ്റി GTയുടെ ഗുർനൂർ ബ്രാറിനെ ടീമിലെടുത്തതും വിചിത്രമാണ്. ഗുർനൂർ ബ്രാറിന്റെ നേട്ടങ്ങളും വിക്കറ്റ് നേട്ടവും ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഷമിയുമായും ആക്കിബ് നബിയുമായും താരതമ്യം ചെയ്യുമ്പോൾ ഒരു അജഗജാന്തരമാണ് അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആക്കിബ് നബിയെ തഴഞ്ഞ് ഈ ബ്രാറിനെ ടീമിലെടുത്തതിനെതിരെ മുൻ ഇന്ത്യൻ താരവും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന ദുലീപ് വെങ്സാർക്കറുടെ ടീംമേറ്റുമായിരുന്ന 83 ടീംമേറ്റുമായിരുന്ന സാക്ഷാൽ സുനിൽ ഗവാസ്കറും പരസ്യമായി തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ താൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പക്ഷപാതം കാണുന്നത് എന്നായിരുന്നു ഗവാസ്കറിന്റെ അന്നത്തെ ദിവസത്തെ തുറന്നടിക്കൽ. ടീം സെലക്ഷനെ കുറിച്ച് സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിലേക്ക് ആക്കിബ് നബിയെ മറികടന്നുകൊണ്ട് ഗുർനൂർ ബ്രാറിനെ തിരഞ്ഞെടുത്തത് എന്നെ അങ്ങേയറ്റം അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്തരമൊരു പക്ഷപാതം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ ഗുർനൂർ ബ്രാർ IPLൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണ് കളിക്കുന്നത്. തെറ്റിയിട്ടുള്ള ശരി തന്നെയാണ്. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായ GTയുടെ നായകനായ ശുഭ്മാൻ ഗിൽ ആണ് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സെലക്ഷന് പിന്നിലെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഗുർനൂറിനെ കൂടാതെ മറ്റ് 7 ഗുജറാത്ത് ടൈറ്റൻസ് കളിക്കാർ കൂടി ഇത്തവണത്തെ ടെസ്റ്റ് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് BCCI കൃത്യമായ അന്വേഷണം നടത്തണം. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടാൻ എല്ലാ അർഹതയും ഉള്ള കളിക്കാരനായ ആക്കിബ് നബിയെ എന്തിനു തഴഞ്ഞു എന്നും വ്യക്തമാക്കണമെന്നാണ് ഗവാസ്കർ കൂട്ടിച്ചേർത്തത്. ഗവാസ്കറുടെ ഈ സ്ഫോടനാത്മക പ്രസ്താവനയോടുകൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ ഗുജറാത്ത് ലോബി എന്ന ചർച്ചകൾക്ക് വഴിവെച്ചത്. അതേസമയം ആക്കിബ് നബിക്ക് പകരം ഗുർനൂർ ബ്രാറിനെ ടീമിലെടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ BCCI വൃത്തങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും എടുക്കുന്നവരുണ്ടാകുമെന്നും വെറും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കിയിട്ടാണോ ടീമിനെ എടുക്കേണ്ടത് എന്നുമാണ് അവരുടെ ചോദ്യം. ഗുർനൂർ ബ്രാർ ഇന്ത്യ A ടീമിനായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും വിജയ് ഹസാരെ ട്രോഫിയിൽ പഞ്ചാബിനായി തിളങ്ങിയെന്നും ഒക്കെ ഈ സെലക്ടർമാരുടെ വാദമുണ്ട്. അപ്പോൾ ആക്കിബ് നബിയുടെ പ്രകടനങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ടീം കോമ്പിനേഷൻ അനുസരിച്ച് ഗുർനൂറിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് അജിത് അഗാർക്കറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘവും വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു സെലക്ഷനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും ഈ വിചിത്ര ന്യായങ്ങൾക്കൊപ്പം സെലക്ഷൻ വിവാദങ്ങൾ കേഡൽ ദുലീപ് വെങ്സാർക്കറുടെ വിമർശനവും കൂടി ആയതോടെ വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മുമ്പ് സെലക്ടർമാർക്കെതിരെ വെങ്സാർക്കറിനും അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറിനും ഒപ്പം 83 ലോകകപ്പിലെ ഹീറോ ആയിരുന്ന ആ ടീമിന്റെ ഭാഗമായിരുന്ന ആ സമയത്ത് പ്രധാന താരമായിരുന്ന മൊഹീന്ദർ അമർനാഥ് മുമ്പൊരിക്കൽ ഈ സെലക്ഷൻ കൂട്ടത്തെ കോമാളി കൂട്ടം, എ ബഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്നു. അഗാർക്കറിന്റെ സംഘത്തിലുള്ള സെലക്ഷൻ സംഘം അങ്ങനെയുള്ളവരാണോ എന്നതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം.